വയനാട്ടിൽ ആശങ്ക പടർത്തി ഷിഗല്ല ബാധ. അതിപ്പോൾ ദുരിതബാധിതർ ഷിഗല്ല ബാധിതർ 3 എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ചികിത്സ തേടി എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 468 പേർക്ക്, ഇന്നലെ ഏതാണ്ട് 257 പേർക്കായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ 468 പേർക്കോളം നിലവിൽ രോഗലക്ഷണങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്, സംശയമില്ല. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് വയനാട്ടിലുണ്ട്. വയനാട്ടിൽ ഇന്നലെ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹം സന്ദർശനത്തിന് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജയരാജും അനീഷും വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, ഇപ്പോൾ ഷിഗല്ല ബാധിതരുടെ എണ്ണം 3 എന്നുള്ളത് എണ്ണം കൂടുന്നു എന്നുള്ള ലക്ഷണമാണ്. മറ്റ് ഈ ചികിത്സയിലുള്ള 400-ലധികം ആളുകളുടെ പരിശോധനാ ഫലം വന്നു തുടങ്ങുമ്പോൾ കേസുകൾ കൂടാനുള്ള സാഹചര്യമാണോ ആരോഗ്യവകുപ്പ് പറയുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കോളിയാടി സ്കൂളിൽ ഉള്ള ഒരു കുട്ടിക്കാണ് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കൊടുത്ത റിസൾട്ടുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 468-ലധികം ആളുകൾ ഈ ഒരു ഷിഗല്ലയുമായി നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ റിസൾട്ടിന് ശേഷമേ നമുക്ക് അതിൽ എത്ര ആളുകൾക്കുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. അതുപോലെ തന്നെ 68ഓളം ആളുകളായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നത്. അതില് ഇപ്പൊ 38 ആയി ചുരുങ്ങിയിട്ടുണ്ട്. കാരണം കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ വിട്ടു എന്നുള്ളതും ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഈ ഒരു ഷിഗല്ല പടർന്നു പിടിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ വരുന്നവർക്കെല്ലാം തീർത്തും ഒരു ആശങ്ക തന്നെയാണ്. എന്നാൽ ഇന്നലെ ആരോഗ്യമന്ത്രി നടത്തിയ ഉന്നതതല യോഗത്തിൽ പറഞ്ഞത് ആശങ്കപ്പെടേണ്ട ഒരു രീതിയും ഇല്ല, അല്ലെങ്കിൽ അത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ ഭീതിയിൽ തന്നെയാണ്. ഇന്ന് ഈ ഭാഗങ്ങളിൽ, അതായത് ഈ നെന്മേനി പഞ്ചായത്ത് എന്ന് പറയുന്ന ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഈ കിണറുകളെല്ലാം ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവ് നടത്തുന്നുണ്ട്. കാരണം ഈ ശുചിത്വമാണ് ഇതിന്റെ പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെയെല്ലാം ഒരു ശുദ്ധീകരണ നടത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ആരോഗ്യ വിഭാഗം വലിയ രീതിയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും എല്ലാം ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. എന്തായാലും ഈ ആളുകൾ, ഇത്രയും ആളുകൾ ലക്ഷണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ആരും ആശുപത്രിയിൽ കൂടുതലായിട്ട് അഡ്മിറ്റ് ഇല്ല. അഡ്മിറ്റുള്ള ആളുകൾ, അധികം ആളുകളും വീടുകളിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം. എന്തായാലും 3 പേർക്കാണ് ഇതുവരെ ഈ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ കൂടിയുണ്ട്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോടുണ്ട്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ആരോഗ്യവകുപ്പിൻ്റെ കായകൽപ്പം എന്നുള്ള ഒരു പൊതുസമ്പർക്ക പരിപാടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണോ അനീഷ് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഒരുപാട് പരാതികളൊക്കെ ഉയർന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതൊക്കെ വിലയിരുത്തുക എന്നുള്ളതാണോ ലക്ഷ്യം? രഞ്ജിത്ത്, കായകൽപ്പത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ കോഴിക്കോട് ആരോഗ്യമന്ത്രി നിർവഹിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ഭരണ മാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനക്കാരെയും മറ്റാളുകളെയും പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം നയപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും ഏറെ പേരുദോഷം പലപ്പോഴും കേൾപ്പിക്കുന്ന ഒരു വകുപ്പാണ്. പക്ഷേ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടി. അനുകൂലമായ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാവും മാധ്യമങ്ങളിലും ജനങ്ങൾക്കുമൊക്കെ പറയാറുണ്ടാവുക. മരുന്നക്ഷാമം അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റം, അങ്ങനെ പലപ്പോഴും പല തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കേൾക്കാനുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പകർച്ചവ്യാധികളൊക്കെ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിപ്പ വന്നപ്പോഴും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ ഒരുപാട് ആളുകൾ രോഗബാധിതരായ ഒരു സ്ഥലമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുറച്ച് ആളുകൾ മരിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷിഗല്ല ബാധിച്ചും ഒരു 4 വയസ്സുകാരി കഴിഞ്ഞ ദിവസം തലകളത്തൂർ സ്വദേശിനി മരിച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ 34ഓളം പേർക്കാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഷിഗല്ല ബാധിച്ച് മരിച്ചത്. ഒപ്പം ഈ നമുക്കറിയാം വയനാട്, കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ജില്ലകളിലൊക്കെ ആശുപത്രികളൊക്കെ ഉണ്ടെങ്കിൽ
പോലും പലപ്പോഴും ഇത്ര ഗുരുതരമായ ഒരു രോഗബാധയൊക്കെ എത്തുമ്പോൾ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടം, 4-5 ജില്ലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരിടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതുകൊണ്ട് ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ഒരുപാട് നാളുകളായി വരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ആശുപത്രിയിൽ നിന്നാണ് പലപ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നു. ജീവനക്കാർക്കിടയിലെ ചില കിടമത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ആശുപത്രി. പക്ഷേ അപ്പോൾ ഒരു മികവിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ഈ നീറ്റൊക്കെ പഠിച്ച് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എത്തിയാൽ പോലും ആദ്യ ലിസ്റ്റിൽ പരിഗണിക്കുന്ന ഒരു കോളേജ്, ഏറ്റവും ഉന്നത റാങ്കിലെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ഒരു കോളേജ് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോഴും കോഴിക്കോടിനെ വിലയിരുത്തേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സൗകര്യങ്ങളിൽ പോലും ഉന്നത നിലവാരത്തിലുള്ള ഒരു സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു കൃത്യമായ സന്ദേശം ആരോഗ്യമന്ത്രി നൽകിയത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ആശുപത്രിയിലെ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ആശുപത്രിയിൽ ഉള്ളത് എന്ന് വിലയിരുത്താനായി ആരോഗ്യമന്ത്രി എത്തുന്നത്. ഒപ്പം ഈ ഷിഗല്ല രോഗബാധയെ സംബന്ധിച്ചുള്ള ഒരു അവലോകനമൊക്കെ ഒരു പക്ഷേ നടത്തിയിട്ടുണ്ട്. കാരണം വയനാട്ടിൽ അദ്ദേഹം പോയി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം കോഴിക്കോട് ജില്ലയിലും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ദീർഘനാളായി അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഒരുപക്ഷെ 13 നിയമസഭാ മണ്ഡലങ്ങളും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തും. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമുക്കറിയാം, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും UDF നേതൃത്വമാണെങ്കിലും ഒക്കെ വലിയ പരാതികൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തിയിരുന്നു. കേന്ദ്രത്തിനൊക്കെ അടക്കം പങ്കെടുത്ത ദിവസങ്ങൾ നീളുന്ന സത്യാഗ്രഹ സമരങ്ങളും മാർച്ചുകളുമൊക്കെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നതുകൊണ്ടുമാണ് ആശുപത്രിയുടെ നിലവാരം മെച്ചപ്പെടുത്തുക, രോഗികൾക്ക് മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ ചേവായൂരിലൊരു ത്വക്ക് രോഗ ആശുപത്രിക്ക് LDF സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് തറക്കല്ലിട്ടിരുന്നു. കിഫ്ബിക്ക് പദ്ധതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു നിർമ്മാണ പുരോഗതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കണം എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ചകൾ ഉണ്ടായേക്കും. എന്തായാലും മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും ഒപ്പം രോഗികളുമൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മന്ത്രിയുടെ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജിൽ ഇന്ന് ആരോഗ്യമന്ത്രി എത്തും. നേരത്തെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അത് പരിഹരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പിറകിലുണ്ട്.